ഹലോ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോഴേ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി കറങ്ങി വരാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഈ പോക്ക്. ഞങ്ങൾ മാത്രമല്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും ഒരു വൈഫും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോണത് കാലിക്കറ്റ് ആട്ടോ. കാലിക്കറ്റ് ഹൈലൈറ്റ് മാൾക്ക് പോവാമെന്നാണ് വിചാരിക്കണത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം 3 മണി കഴിഞ്ഞിട്ടുണ്ട്. പ്ലാനിങ് ഇല്ലാത്ത പോക്കായതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് എങ്ങോട്ടാ പോകണമെന്ന് പോലും എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല. കാരണം ഞങ്ങൾ എവിടേക്ക് പോവുകയാണെങ്കിലും ഇന്ന സ്ഥലത്ത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല പോക്ക്. ആ വണ്ടി എവിടെയാണോ കൊണ്ടുപോയി നിർത്തുന്നത് അവിടെ ആയിരിക്കും നമ്മളെ ഡെസ്റ്റിനേഷൻ. അങ്ങനെ കേട്ടോ എല്ലാ പോക്കുണ്ടാവും. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഈ ഫോണും തട്ടി പൊടിച്ച് മൂപ്പര് വലിയ വ്ളോഗായിരുന്നു കേട്ടോ. ഞാനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്ത വ്യക്തിയായിട്ട് എൻ്റെ ഹസ്ബൻഡ്. ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനും അതിൽ എൻഗേജ് ചെയ്യാനും എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര താല്പര്യമാണ്. വീഡിയോസ് ചെയ്യാനൊക്കെ മൂപ്പർക്ക് നല്ല താല്പര്യമുണ്ട്. പക്ഷേ അതിലോട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല എന്നേ ഉള്ളൂ. ഇനി മുന്നോട്ട് അങ്ങോട്ടുള്ള വീഡിയോസിലും വ്ളോഗിലൊക്കെ ഹസ്ബൻഡിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാര്യം എന്ത് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര പ്രൊഫഷണൽ ഡാൻസർ ആട്ടോ. കണ്ടില്ലേ കാട്ടിക്കൂട്ടിലൊക്കെ എൻ്റെ സുരാജ് വെന്നർമൂടാണ്. അങ്ങനെ ഏകദേശം ഒരു 4:15 ആയപ്പോൾ നമ്മൾ ഹൈലൈറ്റ് മാളിലോട്ട് എത്തിയിട്ടോ. അവിടെ സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് നല്ല ക്രൗഡൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ആയിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ അധികം ആൾക്കാരൊന്നും ഇല്ല. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് തന്നെ കയറി ചെന്നത് നെസ്റ്റോക്കാണ്. നെസ്റ്റോൾ നല്ല ഓഫർ കൊടുക്കുന്നുണ്ടല്ലോ. പൊതുവേ എല്ലാ നെസ്റ്റോളും നല്ല ഓഫർ ഇടും. അപ്പോൾ ഇവിടെയും അത്യാവശ്യം നല്ല ഓഫർ ഉണ്ടായിരുന്നു. ഇങ്ങനെ ട്രോളിയിൽ എത്തി കൊണ്ടുപോകണം കാണുമെന്ന് തോന്നും നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും പർച്ചേസ് ചെയ്തിട്ടില്ലായിരുന്നു. ജസ്റ്റ് ഒന്നും എല്ലാം കണ്ട് പോരാന്നുള്ള നട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നെസ്റ്റോ കയറിയതുകൊണ്ട് അല്ലൂസിന് നല്ല ലാഭാട്ടോ. കാരണം അവൻ അവിടുന്ന് കണ്ടപ്പോൾ തന്നെ ഒരു ബോൾ എടുത്തു. ആ ബോൾ അവനിക്ക് വേണം തന്നെ വാശിയായിരുന്നേ. അവിടെ എത്തിയാലേ അവൻ ആ ഒരു മാള് മൊത്തം ഫുട്ബോൾ ഗ്രൗണ്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ബോൾ എടുക്കുക, തട്ടുക, അത് പോയിട്ട് ഞാനെടുത്ത് കൊണ്ടുവരിക, പിന്നും ബോൾ തട്ടുക, എടുക്കുക. അതന്നെ എന്നൊരു പരിപാടി. നമ്മളിങ്ങനെ വേണ്ടി പിന്നാലെ ബോൾ എടുക്കാൻ നടക്കണമായിരുന്നു. നമ്മളെ കയ്യിൽ പിടിച്ചാൽ കിട്ടണില്ല. ഓനിക്ക് ബോൾ തട്ടാൻ വേണ്ടിയിട്ട് ഇന്നും കൂടി വിളിക്കാട്ടോ, വന്ന് ബോൾ തട്ടുന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അത്രയും നേരം ഫുട്ബോൾ തട്ടി കളിച്ച അവന് ഒരു സ്ഥലത്ത് മാത്രം പതറി നിൽക്കേണ്ടി വന്നു. വേറെ എവിടെയല്ല, ആ ബില്ലൊന്ന് ചെയ്യുന്നിടത്ത് കുറച്ച് ചോക്ലേറ്റ് ഒക്കെ നിൽക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനക്ക് അതൊക്കെ വേണം. അങ്ങനെ ഓരോന്നായിട്ട് പെറുക്കിയെടുക്കാൻ നോക്കിയിരുന്നു. എന്തായാലും ഒരു പൂതിക്ക് 2 ചോക്ലേറ്റ് അവിടുന്ന് വാങ്ങി കൊടുത്തു പോകുന്നത്. അങ്ങനെ കുറച്ച് നേരം നടന്നതുകൊണ്ട് നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഒരു റീഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് കൂളായിട്ട് നമുക്കൊരു ഫ്രൂട്ട് സലാഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് കഴിച്ച് നേരെ പോകുമ്പോഴാണ് അല്ലൂസിൻ്റെ അടുത്ത കുരുത്തക്കേട്. വേറൊന്നുമല്ല, അവിടെ കുറേ ജീപ്പും കാര്യങ്ങളൊക്കെ റൈഡിന് വേണ്ടി നിർത്തിയിട്ടുണ്ട്. കുട്ടികൾ കളിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അതൊക്കെ. അപ്പോൾ ഇവനിക്ക് ഇതിൽ കയറണം. ആദ്യം തന്നെ ചാടി കയറി അവനത് ഇരുന്നിട്ടുണ്ട്. എന്നാൽ പിന്നെ ഏതായാലും ഇരുന്നില്ലേ, എന്നാൽ നമുക്ക് എന്തായാലും കൊണ്ടുപോകാമെന്ന് വെച്ചിട്ട് നോക്കുമ്പോൾ ഇവന് തിരിച്ച് നമ്മളെക്കായി വലിയ ഡ്രൈവിംഗ് ആണ് ഇവന്. സ്റ്റിയറിംഗ് അങ്ങോട്ട് പിടിച്ച് തിരിച്ച് ഇങ്ങോട്ട് പിടിച്ച് തിരിച്ച് ലാസ്റ്റ് സ്റ്റിയറിംഗ് കയ്യിൽ പോകുന്നു. ഇപ്പം കയ്യിലാണ് സ്റ്റിയറിംഗ് ഇരിക്കുന്നത്. പിന്നെ രണ്ടാമതും അത് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഓൻ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാണ്. നമ്മളെ കയ്യിലാണെങ്കിൽ അതിൻ്റെ കൺട്രോളിങ് പോലും നല്ല പ്രൊഫഷണൽ ഡ്രൈവർ പോലെ ഉണ്ടോ അവൻ്റെ പോക്ക്. 2 റൗണ്ട് അവന് ചുറ്റിച്ചിട്ടാണ് നമ്മൾ പിന്നെ അടുത്ത പരിപാടിക്ക് നിന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ഇങ്ങനെ ബുക്കിന് കുറേ ഓഫേഴ്സ് ഇട്ടത് കണ്ടത് കേട്ടോ. അതായത് 3 ബോക്സിന് നമുക്ക് എത്ര ബുക്ക് വേണമെങ്കിലും എടുക്കാന്നുള്ള രൂപത്തിലാണ് ഇവർ. അങ്ങനെ ഒരു വിധമൊക്കെ നമ്മൾ മാള് കറങ്ങിയതിന് ശേഷം ഇനി അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുക. അത് മസ്റ്റാണ്. ഫുഡ് വിട്ടിട്ടൊരു കളി നമുക്കില്ല. വലുതായിട്ടൊന്നും കഴിച്ചില്ലെങ്കിൽ പോലും ചെറിയ തോതിലാണെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. നമ്മൾ 4 ഷവർമ്മ തൽക്കാലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് അവർ ടോക്കൺ തരുന്നതാണ്. ഇത് അലാം ചെയ്യുന്ന സമയത്ത് നമുക്ക് സാധനം ആവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നല്ല ക്രൗഡാണ്. സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല ക്രൗഡുണ്ട്. എന്തായാലും വെയിറ്റിങ്ങിനാണ്. കുറച്ചൊക്കെ നല്ല വിശപ്പുള്ളതുകൊണ്ട് കുറച്ച് ടൈം വെയിറ്റ് ചെയ്തിട്ട് എപ്പോഴും ഫുഡ് കിട്ടാമെന്നുള്ള അറിയില്ല. നോക്കട്ടെ. പനി ജലദോഷമാണ് ബീസ്. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടുകളും ഗൈസ്. നമ്മളങ്ങനെ ഫുഡൊക്കെ റിസീവ് ചെയ്തു. പക്ഷേ കഴിച്ചിട്ടില്ല. നമ്മളെ കൂടുതലുള്ള ടീങ്ങൾ വേറെ എന്തോ സാധനം വാങ്ങാൻ വേണ്ടി പോയതുകൊണ്ട് ഓരോ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കട്ട വെയിറ്റ്. ക്ഷമ നശിച്ചു എന്ന് വേണമെങ്കിൽ പച്ച മലയാളത്തിൽ പറയാം. എൻ്റെതല്ല, മസ്നാൻ്റെ. പിന്നെയൊക്കെ കുറച്ചൊക്കെ ഒരു ഹെൽപ്പ് ഉണ്ട്. പക്ഷേ ഞങ്ങൾ ഫുഡ് കണ്ട പിന്നെ കമഴ്ന്നടിച്ച് ഒന്നാമൊരു കഴിച്ചാണ് ആർത്തി. എന്നാലും കുറച്ച് ടൈം അവിടെ നിന്ന് ന്യൂഡിൽസ് എന്തോ ഓർഡർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോയതാണ്. ഒരു വന്നിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്നതാണ്. 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടാട്ടോ നമുക്ക് നൂഡിൽസ് കിട്ടിയത്. അത് കാരണം കുറച്ച് ഡിലേ ആയിപ്പോയി. എന്താണോ ഊറ്റല് റബ്ബേ, ആ ബൈറ്റ് ഉണ്ടോ? അടുത്തത് ഇവിടെ കടിക്ക് കടിക്ക്
പറഞ്ഞില്ല കേസ് ആർത്തി മൂത്ത് പ്രാന്തായിന്ന്. അവിടെ ന്യൂഡിൽസ് ഷവർമ്മ മാറി മാറി കഴിക്കും. അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മളൊരു മൂവിക്ക് വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. 6:30 എൻ്റെ ഷോ ഉണ്ടായിരുന്നത്. ഷൈനികത്തിൻ്റെ ബൾട്ടി മൂവിക്കാട്ടോ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഗൈസ് നമ്മൾ അങ്ങനെ ഫിലിം കാണാൻ പോവുകയാണ്. ഗൈസ് നമ്മൾ വന്നപ്പോൾ തന്നെ നമുക്ക് എന്തായാലും വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നിട്ടോ. വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഐസ്ക്രീമൊക്കെ കിട്ടിയിട്ടോ. സാർ ഐസ്ക്രീം എങ്ങനെയുണ്ട്? സൂപ്പർ. ബിയർ കാരമൽ ബിസ്ക്കറ്റ് പ്രൊമോഷൻ ചെയ്യുന്നുണ്ടോ? റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് പ്രൊമോഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ല, റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമോ? ഗാലക്സി സിനിമാസിൻ്റെ ഈ തിയേറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ വേണമെങ്കിൽ പറയാം. നമ്മൾ സാധാരണ കാണുന്ന തിയേറ്ററിനെ വെച്ച് നോക്കുമ്പോൾ എത്രയോ നല്ല രസത്തിൽ നമുക്ക് മൂവി ഇരുന്ന് കാണാൻ പറ്റിയ ഒരു അടിപൊളി തിയേറ്ററാണ്. ലക്ഷറി സീറ്റാട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കപ്പിൾ സീറ്റായിരുന്നു. നമുക്ക് വേണമെങ്കിൽ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും അതേപോലെ ഫുഡ് ഓർഡർ ചെയ്യാനൊക്കെ അതിന്മേൽ തന്നെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി തിയേറ്ററാണ്. പിന്നെ ആണെങ്കിൽ പടത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഫുൾ ത്രില്ലിങ് മൂവിയാണ്. എന്താ എപ്പോഴും എങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരു ഐഡിയ ഇല്ലാത്തൊരു മൂവിയാണ്. മൂവിൻ്റെ ഓരോ പാർട്ടും നമുക്ക് രോമാഞ്ചം തന്നെ വേണമെങ്കിൽ പറയട്ടോ. അത്രക്ക് സജസ്റ്റഡ് മൂവിയാണ്. ഫസ്റ്റ് ടൈം ആയിട്ടോ ഞാൻ ഇങ്ങനെ കിടന്നുകൊണ്ടൊക്കെ മൂവി കണ്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യണേ. അങ്ങനെ പടമൊക്കെ കണ്ടു തീർന്നിട്ടോ. പടത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ കാണുന്നവരെ മൊത്തം നമുക്ക് തല്ലാൻ തോന്നും. അമ്മാതിരി എഡിറ്റിങ്ങും മേക്കിംഗ് ഒക്കെ ഇരുന്നിട്ടോ. അങ്ങനെ ഷോ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും സമയം ഏകദേശം 9:15 ആയിട്ടുണ്ടായിരുന്നേ. പടം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ പടം കേട്ടോ. കിഡിലെ പടങ്ങൾ ഒന്നിൽ ഒരിടത്തിൽ നിങ്ങൾ പോയി കാണണം. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. അല്ലൂസിന് എന്തായാലും നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നേ. കേക്ക് കണ്ടപ്പോൾ അവനിക്ക് അതന്നെ വേണം. അതിന് നമ്മൾ ആരും സഹായം ആവശ്യമില്ല. അവൻ ഒറ്റയ്ക്ക് തന്നെ പോയി കേക്ക് ഓർഡർ ചെയ്ത് കൊടുക്കുന്നത് വേണം എന്നെങ്കിൽ പറയാം. ഞാൻ പറയൂ നിങ്ങൾ ഒറ്റക്ക് തന്നു എനിക്കറിയില്ല. കണ്ടോ ഗൈസ്, ഒറ്റക്ക് കേക്ക് വാങ്ങി തന്നു. ജിമ്മിന് നല്ല ഡയറ്റാണ്. കേക്ക് വേണ്ടേ? കേക്ക് വേണ്ടേ? അത് ആ ചെങ്ങായിക്കന്നെ നെയ്യില്ല ജൈലില്ലാത്തല്ല ഓരോന്ന് പള്ളർക്കട്ടെ. അങ്ങനെ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഹൈലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടാണ്. അങ്ങനെ വീട്ടിലേക്ക് പോവാണ്. പോണ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വേണം വീട്ടിൽ പോകണമെങ്കിൽ. വീട്ടിലൊന്നും ഉണ്ടാവില്ല. അന്നേരം കയറി ചെന്ന് കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു 1.25 മണിക്കൂറോളം റണ്ണിങ് ഉണ്ട് ഇവിടുന്ന് മലപ്പുറത്തേക്ക് ഇട്ടാ. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി നല്ല സ്പോട്ട് തപ്പി നടക്കുമ്പോഴാണ് നമ്മൾ ഒരു കിൻസ് റെസ്റ്റോറൻറ്റ്. ഇവരെല്ലാവരും കയറുന്ന റെസ്റ്റോറൻറ്റ് തന്നെയാണ്. ഞാൻ ആദ്യമായിട്ടാട്ടോ ഈ റെസ്റ്റോറൻറ്റ് കയറുന്നത്. അവിടെ ചെന്നിട്ട് നമ്മൾ മന്തിയും അതേപോലെ ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോകുന്നത്.